144 വർഷങ്ങൾക്ക് ശേഷം വരുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാനാണ് ഞാനും കുടുംബവും യാത്ര തിരിച്ചത് കേട്ടോ. പിന്നെ പോകാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്തായാലും ഒരാഗ്രഹം ഉണ്ടായിരുന്നു പോകണമെന്ന്. എല്ലാം ഭാഗ്യം എന്ന് പറയട്ടെ. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനോട് ഈ കാര്യം പറഞ്ഞപ്പോഴേ കുംഭമേളയിൽ ഇങ്ങനെ താമസ സൗകര്യം ശരിയാക്കി തരാം, അവിടെ ഒരു മലയാളി ആശ്രമമുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സെക്ടർ 6 ആശ്രമം അന്വേഷിച്ച് ഈ കുംഭമേളയിൽ പോകുന്നത്. അത് 2 ദിവസം എന്നുള്ള പ്ലാനിലായിരുന്നു പോയത്. പക്ഷേ അവിടെ എത്തിയിട്ട് ഞങ്ങൾ 15 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ആശ്രമത്തിലെ കാഴ്ചകളൊക്കെ പിന്നീട് കാണാം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കാശ്മീരി ഗേറ്റിൽ നിന്ന് അങ്ങനെ ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ഒരു 9 മണിയോടെ ബസ് പുറപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഡൽഹിയിലെ കാശ്മീരി ഗേറ്റിൽ നിന്നും ധാരാളം സ്ലീപ്പർ ബസ്സുകൾ പ്രയാഗ്രാജിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ആനന്ദ് വിഹാറിലും UPSRTCയുടെ വണ്ടികളും ഒക്കെ ഇടതടവില്ലാതെ നമുക്ക് ലഭിക്കും. എന്താ വെച്ചാൽ ഇപ്പോൾ കുംഭമേള നടക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം ബസ് സർവീസ് കൂടുതലായിട്ടും അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ ആഗ്ര ലക്നൗ വഴിയാണ് ഇത് പോണത്. 12 മണിക്കൂറാണ് ഈ യാത്ര. അപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ കണ്ണ് നട്ടിരിക്കുകയാണ്. അപ്പോൾ നിറച്ച് വോൾവോ ബസ്സുകളുടെ ഓട്ടം തന്നെയാണ് റോട്ടിൽ നിറച്ച്. ഇരുട്ട് മാറി വെട്ടം വന്നപ്പോഴാണ് നിറച്ച് കൃഷിപ്പാടങ്ങളാണ് കേട്ടോ നമ്മളെ വരവേൽക്കണത്. രാവിലെ എനിക്ക് നോക്കുമ്പോൾ നിറച്ച് കടുക് പാടങ്ങളും മഞ്ഞപ്പൂവ് അണിഞ്ഞ് നിൽക്കുന്ന കടുക് പാടങ്ങളും അതുപോലെ മാവും തോപ്പുകളൊക്കെയാണ് ധാരാളമായിട്ട് കാണുന്നത്. ഈ ബസ് പ്രയാഗ്രാജും കടന്ന് വാരണാസിയിലേക്കും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രയാഗ്രാജിലാണ് ഇറങ്ങേണ്ടത്. അവിടുന്ന് പിന്നെ ഒരു റിക്ഷയോ എന്തോ കിട്ടുകയെന്ന് അറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അവിടെ പോയി നോക്കിയിട്ട് വേണം ഇതെന്താണ് അവിടുത്തെ കണ്ടീഷൻ എന്നറിയാൻ. ഇപ്പോൾ നിറച്ച് കൃഷിപ്പാടങ്ങൾ, അതുകൊണ്ട് മാവും തോപ്പാണ്, നിറച്ച് മാവാണ് ഇവിടെയൊക്കെ നിൽക്കുന്നത്. അതുപോലെ കടുകും, ഇവിടെയാണ് കൂടുതൽ കൃഷികൾ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അങ്ങനെ കടുക് പാടങ്ങളും മാവും തോപ്പൊക്കെ പിന്നിട്ട് വണ്ടി അങ്ങനെ പ്രയാഗ്രാജിലേക്ക് എത്താറായി എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നു. ഈ വണ്ടി നേരെ വാരണാസിയിലേക്കാണ് പോണത്. അപ്പോൾ പ്രയാഗ്രാജിൽ ഇറങ്ങേണ്ടവരൊക്കെ ഇവിടെ ഇറങ്ങണം, ഈ സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ ഞങ്ങളൊക്കെ ഇവിടെ ഇറങ്ങി. ഇനി അടുത്തത് നമുക്ക് സംഗമത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. അതിനെന്താ വഴി എന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷെയർ റിക്ഷകൾ ധാരാളമായിട്ട് അവിടെ കിട്ടാനുണ്ട്. ഈ റിക്ഷ നമ്മളെ സംഗമത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ഓരോരുത്തർക്കും 30 രൂപയാണ് ചാർജ്. ഒരു 6-7 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കൊണ്ടുവിട്ടു. അപ്പോൾ ഇവിടെ കൊണ്ടുവിട്ടു റിക്ഷക്കാരൻ. അപ്പോൾ ഞങ്ങൾ സംഗമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ബാത്റൂമിലൊന്ന് പോകണം. എന്താ രാത്രി മുഴുവൻ നമ്മൾ പിന്നെ ബസ് എവിടെയും നിർത്തിയിട്ടില്ല. രാത്രി ഒരു തവണ നിർത്തിയതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആവണം. അപ്പോൾ അതിന് കുറേ ടോയ്ലറ്റുകൾ പണിതിട്ടിട്ടുണ്ട്. അപ്പോൾ ലേഡീസിന് വേണ്ടി പിങ്ക് കളറിലുള്ള ടോയ്ലറ്റും ബാക്കി ജെൻസിന് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റുകൾ ധാരാളമായിട്ട് നിരയായിട്ട് ഇങ്ങനെ പണിതിട്ടുണ്ട്. നല്ല സൗകര്യമാണ്. പുറത്ത് പൈപ്പുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ പുറത്തുനിന്ന് പിടിച്ചിട്ട് ബക്കറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അവിടെ തന്നെ എല്ലാ സൗകര്യവും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാത്റൂമിൽ പിന്നെ ക്ലീൻ ചെയ്യണ സ്റ്റാഫൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ധാരാളം ടോയ്ലറ്റുകൾ കാണാം. അങ്ങനെ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി. ഇനി ഞങ്ങൾക്ക് അശ്വദ്വാർ എന്നുള്ള ഒരു ഗേറ്റ് കടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ കുറേ ഗേറ്റുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്തെയും എവിടെയാണ് ഏത് ഗേറ്റിൻ്റെ അടുത്താണ് ഓരോ സെക്ടർ വരുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ അത് നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ അശ്വദ്വാർ നമ്മൾ കണ്ടു. പിന്നെ നന്ദി ദ്വാർ, ലക്ഷ്മി ദ്വാർ, നാഗവാസുകി ദ്വാർ, ഇങ്ങനെ പല കവാടങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കവാടത്തിൻ്റെ അടുത്താണ് നമ്മുടെ സെക്ടർ വരണമെന്ന് നമുക്ക് അത് കണ്ട് മനസ്സിലാക്കി എടുക്കാം. ഇനി നമുക്ക് സെക്ടർ 6 കണ്ടുപിടിക്കണം. സെക്ടർ 6 നമുക്ക് ഒരു ആശ്രമം പറഞ്ഞു വെച്ചിട്ടുള്ളത് താമസിക്കാനായിട്ട്. അപ്പോൾ അവിടേക്കുള്ള യാത്രയാണ്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ 8 മണിക്ക് നമ്മൾ ബസ് ഇറങ്ങിയതാണ്. ഇപ്പോൾ കുറേ നേരമായി ഞങ്ങളിങ്ങനെ നടക്കുന്നു. എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ റിക്ഷയൊന്നും നമുക്ക് കിട്ടിയില്ല. ഒരു സെക്ടറിൽ നിന്ന് ഒരു സെക്ടറിലേക്കൊന്നും പോകാൻ റിക്ഷയൊന്നും ഉള്ളിൽ അധികം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ നടക്കുക തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല വിശപ്പും തുടങ്ങി. അപ്പോൾ ഒരു ഭണ്ഡാര ഏതോ ഒരു ആശ്രമത്തിൻ്റെ വകയായിട്ട് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവരെ പ്ലേറ്റ് എല്ലാം കഴുകൽ നമ്മളൊന്നും ചെയ്യേണ്ട, അവിടെ ഇരുന്നാൽ മതി. അവരെല്ലാ സർവീസും അവരുടെ വകയാണ്. ഇതൊക്കെ ആശ്രമത്തിലെ അന്തേവാസികളാണെന്നാണ് വിചാരിക്കുന്നത്. ഒരേപോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊച്ചു പെൺകുട്ടികളാണ് കേട്ടോ ഈ സർവീസൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചോറും ദാലും പിന്നെ അതൊക്കെയാണ് ഇന്നത്തെ വിഭവം. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ദാല് കഴിഞ്ഞാൽ പിന്നെ കടി എന്ന് പറഞ്ഞാൽ ഐറ്റായിരിക്കും, അല്ലെങ്കിൽ രാജ്മയായിരിക്കും. അങ്ങനെ പല വിധത്തിലുള്ള ഭക്ഷണങ്ങളാണ്. പിന്നെ ക്ലീനിങ്ങും പ്ലേറ്റ് കഴുകലും ഒക്കെ അവർ തന്നെയാണ് ചെയ്യണത്. അങ്ങനെയുള്ള സർവീസാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഭക്ഷണം കഴിച്ച് എന്തായാലും കുറച്ച് നേരം ഇരുന്നു.
അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് വിശ്രമവും കിട്ടി. കണ്ടിന്യൂസ് ഒരു 4 മണിക്കൂറായിട്ട് നടക്കുകയാണ്. പിന്നെ നല്ല വിശപ്പുണ്ട്. രാത്രി നമ്മൾ കയറുമ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഭക്ഷണം കഴിച്ചതാണ്. വഴിയിലൊന്നും കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. മനസ്സും അതുമാതിരി നിറഞ്ഞു. നല്ല ഭക്ഷണമായിരുന്നു. വയറ് നിറച്ച് ആഹാരം. അൺലിമിറ്റഡ് ആണ് കേട്ടോ, എത്ര വേണമെങ്കിൽ നമുക്ക് തരും. അങ്ങനെ മനസ്സും വയറും നിറഞ്ഞു. ഇനി നമുക്ക് അഭേദ ഗംഗാമയ്യ ആശ്രമം എന്നുള്ള ആ ഒരു ആശ്രമത്തിലാണ് ഞങ്ങൾക്ക് സ്റ്റേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ താമസിയാതെ ഞങ്ങൾ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഗുരുജിയെ കണ്ടു, ആശീർവാദം വാങ്ങി. ഗുരുജി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. 12 മണിക്ക് ഭക്ഷണം റെഡിയാവും, അപ്പോൾ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ചിങ്ങനെ ഭണ്ഡാര കഴിച്ചിട്ടാണല്ലോ വന്നത്. അതുകൊണ്ട് വലിയ വിശപ്പുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ആശ്രമത്തിലെത്തി ഫ്രഷായി. അങ്ങനെ കിടക്കാൻ ഇരിക്കാനുള്ള സ്ഥലം ഇതൊക്കെ കാണിച്ചു തന്നു. ടെൻറ്റാണ് ഞങ്ങൾക്ക് ലേഡീസിനുള്ളത് കേട്ടോ. അപ്പോൾ ഓൾറെഡി വരുമ്പോൾ തന്നെ ഒരു ഗുജറാത്തിൽ നിന്നുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് വൈഫ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനും മാത്രമേ ഇവിടെ ഇപ്പോൾ പ്രസൻ്റായിട്ട് ഈ കൂടാരത്തിൽ ഉള്ളൂ. പിന്നെ ജെൻസിനുള്ളത് നെക്സ്റ്റ് എൻ്റെ തൊട്ടടുത്തുള്ള അതിലപ്പുറത്താണ് ഈ മോനും ഹസ്ബൻഡും ആണുങ്ങൾക്കുള്ള ടെൻ്റ് ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങളിതാ കുംഭമേളയിലെത്തി. ഇതിനൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വഴി അന്വേഷിച്ച് ഞങ്ങളിവിടെ 20-ാം സെക്ടർ 20 സെക്ടർ 6 വരേണ്ടി വന്നു. ഇവിടെയാണ് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ മുഖാന്തരം ഇവിടെ ടെൻറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആളെ അന്വേഷിച്ച് ഞങ്ങൾ കുറേ നടന്നിട്ടാണ് കണ്ടുപിടിച്ചത്. കുറേ ഇവിടെ 12 മണി ആവാറായി എത്തിയപ്പോൾ 11:45 ആയി. അങ്ങനെ വന്ന് ഇവിടെ ഭക്ഷണം കഴിച്ചു. ഇനി ത്രിവേണി സംഗമത്തിൽ പോയി കുളിക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറേ അമ്പലങ്ങളിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള ടെൻറ്റ്. ലേഡീസിന് വേറെ ടെൻറ്റും ജെൻസിന് വേറെയാണ്. അപ്പോൾ ചേട്ടനും മോനും തൊട്ടപ്പുറത്തുള്ള ടെൻറ്റിലാണ്. അപ്പോൾ ഇതാണ് ഞാനെടുത്തിട്ടുള്ള കട്ടിൽ. ഏത് വേണമെങ്കിൽ യൂസ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു 6 കട്ടിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ കമ്പിളി പുതയ്ക്കാനുള്ള കട്ടിയുള്ള കമ്പിളിയെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ താഴെയും ഇതുപോലെ ഇങ്ങനത്തെ എത്ര ടെൻ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചു. പായസവും ചപ്പാത്തിയും ചോറും 2 തരം കറിയും ഒക്കെ ആയിട്ട്, ദാലും പിന്നെ പരിപ്പ് കറിയും വേറൊരു കൂട്ടാനും കൂടിയിട്ട്, ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയൊക്കെ ആയിട്ട് അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞു. അപ്പോൾ ചേട്ടൻ അവിടെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇനി 2 ദിവസം ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്കും ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. അതിനനുസരിച്ചാണ് ഇനി സംഗമസ്ഥലത്ത് പോയി. അപ്പോൾ ഇനി സംഗമസ്ഥലത്ത് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. കുറേ വിശേഷങ്ങൾ ഇനി കാണാനുണ്ട്. അപ്പോൾ കാഴ്ചകളിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടുപോകാം. ഓരോരോ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ എല്ലാവരും നല്ല കണക്റ്റായിട്ടിരിക്കുക. ഓരോരോ വിശേഷങ്ങളായിട്ട് വേഗം തന്നെ വരുന്നതാണ്. ഇനി വൈകുന്നേരം കുംഭമേളയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. വരുന്ന വഴിക്ക് കുറേ കാര്യങ്ങൾ കണ്ടു കേട്ടോ. ഒന്നും അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ ഭാരമുള്ള 2 ബാഗും, അതുപോലെ രാവിലെ തൊട്ട് ഞങ്ങൾ നടക്കാൻ ഒരു 4 മണിക്കൂർ നടന്നിട്ടാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത്. എവിടെയാണെന്നൊന്നും അറിയില്ല. അത്രയ്ക്ക് സ്ഥലങ്ങൾ, ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ കുംഭമേള പരന്ന് കിടക്കണത്. അപ്പോൾ കുറേ ആൾക്കാർ സ്നാനം ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ പല ആക്ടിവിറ്റി ഉണ്ട്. അപ്പം നമുക്ക് എവിടെയാണ് എന്താണ് സെക്ടർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്രമത്തിൽ ജീവിക്കുക, അല്ലെങ്കിൽ ആശ്രമത്തിൽ ടെൻറ്റിൽ ഇതുപോലെ താമസിക്കുക, അതൊക്കെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. അത് നന്നായിട്ട് എൻജോയ് ചെയ്ത് എന്താ പറയുക, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളൊരു വിചാരത്തിലാണ് ഈ പ്രാവശ്യത്തെ വരവ്. 2 ദിവസം എന്നുള്ള ഒരു യാത്രയാണ് കണക്കിലാക്കിയതെങ്കിലും ഈ ഒരു യാത്ര ഞങ്ങളെ ഇവിടെ നിർത്തിയത് ഒരു 15 ദിവസത്തെ താമസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു മടങ്ങിയത്. അതിൻ്റെ കാരണം എന്തായിരുന്നൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് ഗുരുജി പറഞ്ഞു ഗീതായജ്ഞം ഇതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ആശ്രമത്തിലെ പല ചിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പൂജകളും ധാരാളം നടക്കുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഗീതായജ്ഞം എന്താണെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇതിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ എന്തായാലും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ഇരിക്കുമ്പോൾ ഗീതായജ്ഞം കറക്റ്റ് 4 മണിക്ക് 3:30 തുടങ്ങും. അപ്പോൾ അവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ 2 പൂജാരികളാണ് ഇതിനുവേണ്ടി ആചാര്യന്മാരെന്നുള്ളത്. അവർ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ പൂജയ്ക്ക് ഇരുന്നു. പുരുഷം തമജം നിത്യം പ്രജാമി ശരണം ഹരിം സർവേശ്വരം ഭകാരേഷു ത്രിയസ്ത്രീ ഭുവനേശ്വരാः
देवादिशन्तु न सिद्धिं ब्रह्मेशानजनार्दना विश्वेशं माधवं रुण्डिं दण्डपाणिं च भैरव वन्दे काशीं गुहां गङ्गां भवानी मणिकर्णिकां वक्रतुण्डमहाकाय सूर्यकोटिसमप्रभा सिद्धिबुद्धिसहिताय श्रीमन्महागणाधिपतये नमः मङ्गलमूर्तये नमो नमः। ओम गंगे च यमुनिश्चैव गोदावरी सरस्वती नर्मदे सिंधु कावेरी जलेस्मिन् सन्निधिं कुरुः पुष्कराध्यानि तीर्थानि गंगाद्यासरितस्तथा आयन्तु ते पूजार्थं दुरितक्षयकारक सिद्धं 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 पापनाशनम् हस्तो वृक्षाल्यः हि ओम आकृष्णेन रसावर्तमानो निवेशयन्नवर्तन्मृतं च हिरण्येन सविता रथेन देवो जातिभुवनानि पश्यन् एहि सूर्यसहस्रेवहितं पुरस्तात् प्रमुच्चरद पशेम शरदः शतं जीवेम शरदः शतगुं शृणुयाम शरदः शतं प्रब्रवाम शरदः शतमदीनाः स्याम शरदः शतं भूयश्च शरदः. വെറും ഒരു കുംഭമേള വന്ന് കണ്ടവർക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്രമത്തിൽ വന്ന് താമസിക്കാനും ഒരു 2 ദിവസം എന്ന് കരുതി വന്ന ഞങ്ങളൊരു 15 ദിവസം അത്രയും ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റിയുള്ളൊരു സങ്കടം കൂടിയുണ്ട്. ഇതിലൊക്കെ പൂജകളിലൊക്കെ ഭാഗം ആവാനും അതുപോലെ ഈ ഇവിടുത്തെ ആശ്രമ കാര്യങ്ങളിലൊക്കെ സഹായിക്കാനും അതിലൊക്കെ പങ്കാളികളാവാനൊക്കെ സാധിച്ചതിന് വലിയ ഭാഗ്യം. അപ്പോൾ ഇനിയുള്ള തുടർന്ന് ഞങ്ങളുടെ ഈ ആശ്രമത്തിലെ കാഴ്ചകളും ഭണ്ഡാരകളും അവിടുത്തെ നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് ഇനി വരുന്നതാണ്. ഇതൊക്കെ ഒരു ഫസ്റ്റ് ചെറിയ ഭാഗമായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കണക്റ്റ് ആയിട്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല നല്ല വിശേഷങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് ഇനി വരുന്നതാണ്. അതുവരെയും നന്ദി, നമസ്കാരം. उत्तर प्रदेशांतर्गते